ഹായ് ഡേയ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് വേവ് റണ്ണിങ് സ്റ്റിച്ചാണ്. അതേപോലെ തന്നെ നമ്മൾ വേവ് റണ്ണിങ് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് മോട്ടിഫ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ 4 ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് റണ്ണിങ് സ്റ്റിച്ച് ബേസ് ആയിട്ട് വരുന്ന സ്റ്റിച്ചുകളും അത് ഒരു പാറ്റേണിലേക്ക് അല്ലെങ്കിൽ മോട്ടിഫിലേക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതുവരെയുള്ള സ്റ്റിച്ചുകളൊക്കെ നിങ്ങളൊക്കെ ചെയ്ത് പഠിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ചെയ്ത് പഠിക്കുക കേട്ടോ. ചെയ്ത് പഠിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് അത് നല്ല നീറ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ടൊക്കെ ചെയ്തെടുക്കാൻ പറ്റുക. അതുകൊണ്ടാണ് എല്ലാവരും ചെയ്ത് പഠിക്കുക. മോട്ടിഫൊക്കെ ചെയ്ത് നോക്കുക. ഏതെങ്കിലും ഒരു ഡിസൈനൊക്കെ വരച്ചിട്ട് ഇതേപോലെ ക്ലോത്തിൽ വരച്ച് അത് നമ്മൾ പഠിച്ചിട്ടുള്ള സ്റ്റിച്ചുകളൊക്കെ ആ ഒരു പാറ്റേണിലേക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളതൊക്കെ ചെയ്ത് നോക്കുക കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത് ബാക്ക് സ്റ്റിച്ചാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഓൾറെഡി നമ്മുടെ സ്റ്റിച്ച് ബോർഡ് എടുത്തിട്ടുണ്ട്. സ്റ്റിച്ച് ബോർഡിൽ ഞാനൊരു ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. അതിനുശേഷം നമുക്ക് ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് മോട്ടിഫ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം കേട്ടോ. ഇപ്പോൾ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ വേരിയേഷൻസ് പറഞ്ഞതുപോലെ തന്നെയാണ് ബാക്ക് സ്റ്റിച്ചിലും ഒരുപാട് വേരിയേഷൻസ് വരുന്നുണ്ട്. നമ്മുടെ ബേസിക് സ്റ്റിച്ചുകളുടെ വേരിയേഷൻസ് ഞാൻ വേറെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചാനലിൽ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. നമ്മൾ മോട്ടിഫ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ അതിലില്ലാത്തത്. പക്ഷേ നമ്മുടെ ഓരോ സ്റ്റിച്ചും യൂസ് ചെയ്തിട്ട് എത്ര വെറൈറ്റീസ് ഓഫ് സ്റ്റിച്ചസ് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ വേറെ ഒരു വീഡിയോയിൽ 1-2 വീഡിയോസ് ഞാൻ ഓരോ സ്റ്റിച്ചിൻ്റെ വേരിയേഷൻസ് ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. അതുപോലെയുള്ള സ്റ്റിച്ചുകളൊക്കെ ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്ക് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അതിനുശേഷം മോട്ടിഫിൽ എങ്ങനെയാണ് ഇത് ചെയ്യാനുള്ളത് നോക്കാം കേട്ടോ. നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം കേട്ടോ. ഫസ്റ്റ് ആദ്യം ഒരു റണ്ണിങ് സ്റ്റിച്ച്, ഒരു ബേസിക് ആയിട്ടുള്ളൊരു റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാം. അതിനുശേഷം ഒരു ഗ്യാപ്പ് വെച്ചിട്ട് നമുക്ക് സൂചി ഒന്ന് കുത്തി മുകളിലേക്ക് എടുക്കാം. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് സ്റ്റിച്ച് എൻഡ് ചെയ്ത ഭാഗത്ത് സൂചി കുത്തി ഇറക്കി കൊടുക്കുക കേട്ടോ. ഈ ഒരു രീതിക്കാണ് ബാക്ക് സ്റ്റിച്ച് വരിക. അതായത് ഒരു ഗ്യാപ്പ് ഇട്ട് സൂചി കുത്തി മുകളിലേക്ക് എടുത്തതിന് ശേഷം നമ്മൾ ലാസ്റ്റ് ചെയ്ത സ്റ്റിച്ച് എവിടെയാണോ അവസാനിക്കുന്നത് അവിടേക്ക് നമ്മൾ സൂചി കുത്തി ഇറക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു രീതിയിലാണ് നമുക്ക് ബാക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ബാക്ക് സ്റ്റിച്ചും റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഒക്കെ പോലെ തന്നെ നമുക്ക് ഒരു ബോർഡർ ലൈനൊക്കെ ആയിട്ട് ഔട്ട്ലൈൻ സ്റ്റിച്ചുകളിലെ കാറ്റഗറിയിൽ പെടുന്ന സ്റ്റിച്ചാണ് ബാക്ക് സ്റ്റിച്ച്. സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. ഒരു രീതിക്ക് നമുക്കിത് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിത് മുഴുവനായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ബോർഡിൽ ബാക്ക് സ്റ്റിച്ച് ഫുള്ള് ചെയ്ത് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു മോട്ടിഫിലേക്ക് അല്ലെങ്കിൽ ഒരു പിക്ചറിലേക്ക് ചെയ്തെടുക്കുന്നത് നോക്കാം കേട്ടോ. ഈ ഒരു പിക്ചറാണ് ഞാൻ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ഫ്രെയിമിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3 ലെയർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ബാക്ക് സ്റ്റിച്ച് നമ്മൾ സ്റ്റിച്ച് ബോർഡിൽ ചെയ്ത സെയിം ബാക്ക് സ്റ്റിച്ച് തന്നെയാണ് നമ്മളിതിൽ മുഴുവനും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഒരു നോർമൽ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്.
ബാക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അധികം വലിയ വലിയ സ്റ്റിച്ച് ചെയ്യാതെ ഒരു മീഡിയം റേഞ്ചിലൊക്കെ ചെയ്യുന്നതാട്ടോ നല്ലത്. അതാകുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഭാഗങ്ങളിലൊക്കെ അതിൻ്റേതായ ഒരു ഷേപ്പിലൊക്കെ നമുക്ക് ചെയ്തെടുക്കണമെങ്കിൽ അധികം വലിയ സ്റ്റിച്ചാകുമ്പോൾ നമുക്ക് അത് ഒരു പെർഫെക്ഷൻ കിട്ടില്ല. അധികം ചെറിയ സ്റ്റിച്ചും അല്ല അധികം വലിയതും അല്ലാത്ത ഒരു മീഡിയം റേഞ്ചിലൊക്കെ ഉള്ള ഒരു ലെങ്ത്തിൽ ചെയ്താൽ മതി കേട്ടോ. അപ്പോഴാണ് നമുക്ക് ആ ഒരു ഡിസൈൻ കറക്റ്റായിട്ടുള്ള അതിൻ്റെ ഒരു ഭംഗിയിൽ കിട്ടുക കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം വലിയ വലിയ ഡിസൈനൊക്കെ ചെയ്ത് പഠിക്കണം കേട്ടോ നിങ്ങൾ ചെയ്യുന്ന സമയത്ത്. വലിയ ഡിസൈൻ ചെയ്ത് പഠിക്കാം. ഇത്ര ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കി കൂടി നമുക്ക് ചെയ്തെടുക്കാം. ഈ ചെറിയ ഭാഗങ്ങളൊക്കെ ഞാൻ 2 ലെയർ നൂല് യൂസ് ചെയ്തിട്ടാട്ടോ ചെയ്തത്. ഒരു തിന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ലെയർ നൂലാട്ടോ ഞാൻ ഈ ഭാഗത്തിന് ഈ ലിപ്പിലൊക്കെ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടുള്ള മോട്ടീഫ് കൂടെ ഓൾമോസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഫ്രെയിമിൽ നിന്നൊന്ന് റിമൂവ് ചെയ്യാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. ഇതിൽ 4 സൈഡും സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് റെക്കോർഡായിട്ട് കീപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേപോലുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്ത് പഠിക്കുക. ഞാൻ ചെയ്തിട്ടുള്ളത് ബാക്ക് സ്റ്റിച്ചിൻ്റെ മോട്ടിഫ് എനിക്ക് റെക്കോർഡിലേക്ക് ഞാൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡിസൈനായിരുന്നു. ഈ ഒരു
ഒരു ഡിസൈനാണ് ഞാൻ ചെയ്തിട്ടുള്ളത് റെക്കോർഡ് ബുക്കിലേക്ക് വേണ്ടിയിട്ട്. ഇതേപോലെ തന്നെ ഒരു റെക്കോർഡ് ബുക്കോ അല്ലെങ്കിൽ A4 ഷീറ്റിലോ അതുപോലെ ഒട്ടിച്ചിട്ട് നിങ്ങൾ ചെയ്യുന്ന വർക്കൊക്കെ ഒരു റെക്കോർഡായിട്ട് കീപ്പ് ചെയ്ത് സൂക്ഷിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം കേട്ടോ. അപ്പോൾ ഇതേപോലുള്ള ക്ലാസ്സുകളും ഇതേപോലുള്ള മോട്ടീവ് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.